കോഴിക്കോട് ജില്ലയുടെ മലയോര പ്രദേശങ്ങളിലും കനത്ത മഴ തുടരുന്ന സാഹചര്യമുണ്ട്. ഇന്നലെ രാത്രി മുതൽ ആരംഭിച്ച മഴയ്ക്ക് ശമനമില്ല എന്നാണ് ഒടുവിലായി അറിയാൻ കഴിയുന്നത്. അരിപ്പാറ, ഇരുവഴിഞ്ഞി പുഴകളിൽ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. ആനക്കയാമ്പോയിൽ, തിരുവമ്പാടി മേഖലകളിൽ ശക്തമായ മഴ തുടരുന്നുമുണ്ട്. കോഴിക്കോട് മാവൂർ അങ്ങാടിക്ക് സമീപം റോഡിന്റെ അരികിടിഞ്ഞ് ടിപ്പർ ലോറി മറിഞ്ഞിട്ടുമുണ്ട്. വിശദാംശങ്ങളുമായി കോഴിക്കോട് നിന്ന് രമ്യ ദാസാണ് ചേർന്നത്. രമ്യ, ഈ പറഞ്ഞതുപോലെ മലയോര മേഖലയിൽ നല്ല രീതിയിൽ കനത്ത മഴ പെയ്യുന്നുവെന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോഴത്തെ മഴയുടെ സാഹചര്യം എന്താണ്? വിവിധങ്ങളായ നാശനഷ്ടങ്ങളും ഉണ്ടായെന്ന് മനസ്സിലാക്കുന്നു. എന്തൊക്കെയാണത്? സംഗീത, ഈ കോഴിക്കോടിൻ്റെ മലയോര മേഖലകളിലാണ് ഇന്നലെ രാത്രി മുതൽ തുടങ്ങിയ ശക്തമായ കനത്ത മഴ ഇന്നും തുടരുന്നത് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഈ ഇരുവഴിഞ്ഞിപ്പുഴയിൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നിട്ടുണ്ട്. ഈ പുഴയുടെ തീരങ്ങളിൽ താമസിക്കുന്നവർക്ക് പ്രാദേശികമായിട്ടുള്ള ജില്ലാ ഭരണകൂടങ്ങളെല്ലാം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഈ ആനക്കാമ്പോയിൽ, തിരുവമ്പാടി മേഖലകളിലും ശക്തമായ മഴ തുടരുകയാണ് എന്നുള്ളതിനാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഈ നഗരമേഖലകളിൽ ഈ മഴയ്ക്ക് നേരിയ ശമനമുണ്ട്. ഇപ്പോൾ ഏകദേശം തെളിഞ്ഞ കാലാവസ്ഥയാണ്. പക്ഷേ ഇടവിട്ടുള്ള ശക്തമായ മഴയാണ് ജില്ലയിൽ ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഈ മഴയ്ക്ക് ശക്തമായ കാറ്റുമുണ്ടെന്നതും മറ്റൊരു അപകടം വിളിച്ചു വരുത്തുന്നതാണ്. പക്ഷേ നിലവിൽ ഈ ദിവസങ്ങളിലെല്ലാം ഇപ്പോൾ ഇന്നലെയും ഇന്നുമായിട്ട് നാശനഷ്ടങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. ഇന്ന് മാവൂരിലാണ് ഇത്തരത്തിൽ റോഡിൻ്റെ അരികിടിഞ്ഞുകൊണ്ട് ഒരു ടിപ്പർ താഴ്ചയിലേക്ക് മറിഞ്ഞത്. വാഹനം നിർത്തിയിട്ട സമയമായിരുന്നു. അതിൽ ഡ്രൈവർ ഉണ്ടായിരുന്നില്ല. അതിനാൽ തന്നെ ആളപായമില്ല. നിലവിൽ ഇടവിട്ടുള്ള മഴ തന്നെയാണ് ജില്ലയിൽ തുടരുന്നത്. ഇപ്പോൾ ഈ ടൗൺ മേഖലകളിലെല്ലാം തെളിഞ്ഞ കാലാവസ്ഥ തന്നെയാണുള്ളത്. എങ്കിലും ഇടവിട്ടുള്ള മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റുമുണ്ട്. നിലവിൽ ഇന്ന് യെല്ലോ അലർട്ടാണ് ജില്ലയിലുള്ളത്. ഈ കോഴിക്കോട്, അതുപോലെ തന്നെ കാസർഗോഡ്, കണ്ണൂർ ഉൾപ്പെടെയുള്ള മേഖലകളിലെല്ലാം യെല്ലോ അലർട്ടാണുള്ളത്. നിലവിൽ ഇപ്പോൾ ടൗൺ മേഖലകളിലെല്ലാം തെളിഞ്ഞ കാലാവസ്ഥയാണ് നമുക്ക് പറയാം. മലയോര മേഖലയിലാണ് ഇത്തരത്തിൽ ശക്തമായ മഴ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്. സംഗീത. ശരി, കോഴിക്കോട് നിന്ന് രമ്യ ദാസാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.